നമുക്കിന്ന് അടിപൊളി ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഈ ടൈമിൽ ഇപ്പോൾ നല്ല പച്ച മാങ്ങയൊക്കെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കി വെച്ചാൽ ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്, നല്ലെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇത് ഫ്ലെയിം ഓണാക്കിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം അത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് മാങ്ങ, ഒരു 1/2 കിലോയ്ക്ക് മേളിൽ മാങ്ങ ഉണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച്, വെള്ളം ഒട്ടും ഇല്ലാതെ തുടച്ച് എടുക്കണം. അതവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 4 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 സ്പൂൺ ഉലുവ പൊടിക്കാത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ചൂടായി കഴിഞ്ഞാൽ ഇതിന് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ചെറിയ തരിയൊക്കെ കാണും, അതൊന്നും കുഴപ്പമില്ല. എന്നാലും മാക്സിമം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ നോക്കുക. ഇനി നമ്മൾ ഇത് മാങ്ങ കട്ട് ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. തീരെ കനം കുറച്ചും എന്നാൽ ഒത്തിരി വലുപ്പത്തിലും കട്ട് ചെയ്തെടുക്കരുത്. ഈ ഒരു പരുവത്തിലൊക്കെ മാത്രം കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ മാങ്ങയെല്ലാം നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലും മാങ്ങയിലും ഒട്ടും വെള്ളം തൊടാതെ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഈ മാങ്ങയിലെല്ലാം പിടിക്കുന്ന രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളവും ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഒത്തിരി നാൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിലേക്ക് 1.5 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. എന്നാലും കുറച്ച് കൂട്ടി ഉപ്പിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഇനി ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അച്ചാർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. അതിലേക്ക് പിന്നീട് നമുക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ളതെല്ലാം ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് ഇനി എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന നല്ലെണ്ണ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് അടയുന്ന ഒരു പാത്രത്തിൽ നമുക്കിത് കോരി മാറ്റാം. തയ്യാറാക്കി ആ സമയം തന്നെ നമ്മളൊരു ടിന്നിലേക്ക് മാറ്റാൻ ശ്രമിക്കണം. അപ്പം ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് ഒരു 2 ആഴ്ച വരെ ഇത് അനക്കാതെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുള്ളിൽ ഇത് തുറന്നു നോക്കാനോ ഒന്നും പാടില്ല. അപ്പോൾ 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഇതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് മേളിൽ വരുന്നതാണ്. മാങ്ങയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും. ഇതിൻ്റെ കളറൊക്കെ കുറച്ചുകൂടെ ഒന്ന് മാറും. അങ്ങനെ തന്നെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സൂക്ഷിച്ച് വെച്ച് നമുക്ക് ഒത്തിരി നാൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.